Hi everyone, welcome to my plus one accountancy class. Last class we discussed the important sixth principle of gap. In this class we will learn about the important modifying principle from the gap. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓർ കൺവെൻഷനിലെ പ്രധാനപ്പെട്ട 6 പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു അത്? റവന്യൂ റിയലൈസേഷൻ ഓർ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, ദെൻ വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. ഇത്രയും പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ മോഡിഫൈങ് പ്രിൻസിപ്പിളിലെ പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് 4 ഫസ്റ്റ് വൺ, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, കൺസർവേറ്റീവ് ഓർ പ്യൂഡൻസ് പ്രിൻസിപ്പിൾ, ദെൻ ടൈംലിനെസ് പ്രിൻസിപ്പിൾ. ഇങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ദെൻ ഫസ്റ്റ് വൺ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ്. എന്താണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ? According to this principle, only material information should be recorded in the books of accounts. That means ignoring insignificant or irrelevant informations. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് മാത്രമാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്രധാനമായ അല്ലെങ്കിൽ ഇറലവന്റ് ആയ ഇൻഫോർമേഷൻസ് നമുക്ക് അക്കൗണ്ടിങ് രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അൺഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസ് മേ ബി അവോയ്ഡഡ്. ഇമ്പോർട്ടന്റ് അല്ലാത്ത ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഈ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി? രേഖപ്പെടുത്തിയാൽ മതി. അപ്രധാനമായ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കാം. അതില്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷനോടൊപ്പം നമുക്ക് മെർജ് ചെയ്യാനും കഴിയും. അക്കൗണ്ടിങ്ങിൽ അപ്രധാനപ്പെട്ടത് ഏത്, ഇമ്പോർട്ടന്റ് ഏത്, അൺഇമ്പോർട്ടന്റ് ഏത് തരംതിരിക്കൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണെങ്കിൽ പോലും ഒരു അക്കൗണ്ടന്റിന്റെ ലോജിക് അനുസരിച്ച് അപ്രധാനമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ വില വന്നത് 150 rupees 28 paise എന്ന് വിചാരിക്കുക. നമുക്ക് ആ 28 paise നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. 150 rupees എഴുതിയാൽ മതിയാവും. ഇങ്ങനെ അപ്രധാനമായ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാൻ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് കഴിയും. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓൺലി മെറ്റീരിയൽ ഇൻഫോർമേഷൻ ഷുഡ് ബി റെക്കോർഡഡ്, ഇഗ്നോറിംഗ് ഇൻസിഗ്നിഫിക്കന്റ് ഇൻഫോർമേഷൻ. ഇൻസിഗ്നിഫിക്കന്റ് ആയ അപ്രധാനമായ ഇൻഫോർമേഷൻ എന്ത് ചെയ്യാം? അക്കൗണ്ടിങ്ങിൽ ഒഴിവാക്കാം. പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് മാത്രമാണ് എന്ത് ചെയ്യേണ്ടുള്ളൂ? രേഖപ്പെടുത്തേണ്ടതുള്ളൂ എന്നുള്ള പ്രിൻസിപ്പിളാണ് എന്ത്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Then second principle, consistency principle. This principle, accounting practice should remain the same from one year to another year. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ കഴിഞ്ഞ വർഷം ഫോളോ ചെയ്ത് തന്നെയാണ് തൊട്ടടുത്ത വർഷങ്ങളിലും ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 2018 ഫോളോ ചെയ്ത് തന്ന മെത്തേഡ് തന്നെയായിരിക്കണം 2019 2020 നമ്മൾ ഫോളോ ചെയ്യും. തുടർന്നുള്ള വർഷങ്ങളും ആ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ്ങിൽ ഫിക്സ്ഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ കാണാൻ പല മെത്തേഡുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 മെത്തേഡുകളാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും, WDV എന്ന് പറയാം. ഒരു ഫേം സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് 2018 ഫോളോ ചെയ്തിരിക്കുന്നെങ്കിൽ 2019 2020 എല്ലാം ഫോളോ ചെയ്യേണ്ടത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് തന്നെ ആയിരിക്കണം. ഒരു ഫേം 2019 റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നെങ്കിൽ 2020 2021 തുടർന്നുള്ള വർഷങ്ങളിൽ ആ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു വർഷം സ്ട്രേറ്റ് ലൈനും ഒരു വർഷം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും ഫോളോ ചെയ്താൽ അക്കൗണ്ടിങ് പ്രാക്ടീസ് കമ്പയർ ചെയ്യാനും താരതമ്യം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് പ്രാക്ടീസ് ഷുഡ് റിമെയിൻ ദ സെയിം ഫ്രം വൺ ഇയർ ടു അനദർ ഇയർ. ഒരു വർഷം ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെ അടുത്ത വർഷവും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഏത് മെത്തേഡാണോ ഫോളോ ചെയ്ത് ആ മെത്തേഡ് തന്നെയായിരിക്കണം തുടർന്നുള്ള വർഷങ്ങളിലും ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന കഴിഞ്ഞ വർഷം ചാർജ് ചെയ്ത മെത്തേഡ് ആണെങ്കിൽ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ വാല്യുവേഷൻ സ്റ്റോക്ക് വാല്യൂ ചെയ്യാനും പല മെത്തേഡുകളുണ്ട്. ഒരു വർഷം വാല്യൂ ചെയ്ത മെത്തേഡ് ഏതാണോ അത് തന്നെയാണ് അടുത്ത വർഷവും ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്ത് എഴുതാം? ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എക്സെട്ര. നെക്സ്റ്റ് തേർഡ് പ്രിൻസിപ്പിൾ, കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ ഓർ പ്യൂഡൻസ് പ്രിൻസിപ്പിൾ. വേറൊരു പേരാണ് prudence principle. എന്താണ് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ നോക്കാം. According to this principle, anticipated profits are not to be considered, but possible losses must be considered while recording transactions. This principle is also called the policy of playing safe. പോളിസി ഓഫ് പ്ലെയിൻ സേഫ് എന്നും ഈ പ്രിൻസിപ്പിളിന് പേരുണ്ട്. എന്താണ് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ നോക്കാം. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ലാഭം കണക്കാക്കിയില്ലെങ്കിലും ഭാവിയിലെ നഷ്ടം നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? കണക്കാക്കിയിരിക്കണം എന്നുള്ള പ്രിൻസിപ്പിൾ ആണെന്ത്?
പ്രുഡൻസ് പ്രിൻസിപ്പിൾ ഓർ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ എന്നത്. ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന ലാഭം നമ്മൾ കണക്കിലെടുത്തില്ലെങ്കിലും ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, കണക്കിലെടുക്കണം. ആ പ്രിൻസിപ്പിളിനെ പറഞ്ഞ പേരാണ് പ്രുഡൻസ് പ്രിൻസിപ്പിൾ. കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ഓർത്തിരിക്കണം, കണക്കാക്കിയിരിക്കണം. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും അതിനുള്ള പ്രൊവിഷൻസ് നമ്മൾ എപ്പോഴും വെച്ചിരിക്കണം. ആ പ്രിൻസിപ്പിളിനെ പറഞ്ഞ പേരാണ് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ ഓർ പ്രുഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെയധികം ബിസിനസ് ഉള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനം എന്ത് ചെയ്യുന്നു, കടം കൊടുക്കുന്നുണ്ട്. കടം 5-6 ലക്ഷം ആ സ്ഥാപനത്തിന് കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടാനുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ആ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പ്രൊവിഷൻ വെക്കാറുണ്ട്. പ്രൊവിഷൻ ഫോർ ഡെബ്സ്, ഫുൾ ഡെബ്സ് കൊണ്ട് വെക്കാറുണ്ട്. കാരണം 5-6 ലക്ഷം രൂപ സ്ഥാപനത്തിന് കിട്ടാനുണ്ടെങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ 5-6 ലക്ഷം ആ സ്ഥാപനത്തിൽ ഒന്നിച്ച് കിട്ടിക്കോളണമെന്നില്ല. മുഴുവൻ കടങ്ങളും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അതിലേക്ക് എന്ത് വെക്കാറുണ്ട്, പ്രൊവിഷൻ വെക്കാറുണ്ട്. അപ്പൊ പ്രൊവിഷൻ വെക്കുന്നത് ഏത് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ്? പ്രിൻസിപ്പിൾ ഓർ കൺസർവേറ്റീവും ഓർ പ്രുഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്ഥാപനവും എന്ത് വെക്കുന്നത്, പ്രൊവിഷൻ വെക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡെബ്സ് ഓഫ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ഈ പ്രൊവിഷൻ വെക്കുന്നതൊക്കെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എല്ലാ സ്ഥാപനങ്ങളും സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏറ്റവും കുറവ്, അതാണ് ഓരോ സ്റ്റോക്കിനും ഇട്ട് കൊടുക്കുന്നത്. വർഷാവസാനം സ്റ്റോക്ക് കണക്കാക്കുമ്പോൾ വാങ്ങിച്ച വില കൂടുതലും മാർക്കറ്റ് വില കുറവുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റ് വിലയാണ് ആ സ്റ്റോക്കിനിടുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, വാങ്ങിച്ച വില 50,000 രൂപയാണ്. ആ സാധനത്തിന്റെ ഗുഡ്സിന്റെ വാങ്ങിച്ച വില 50,000 ആണ്. ഇപ്പോൾ അതിൽ മാർക്കറ്റിൽ 40,000 ഉള്ളൂ എങ്കിൽ നമ്മളത് ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യൂ ചെയ്യുന്നത് 40,000 ആയിട്ടാണ് വാല്യൂ ചെയ്യുക. തിരിച്ചും വരാം, വാങ്ങിച്ച സാധനത്തിന് 50,000, നമ്മൾ വാങ്ങിച്ച സാധനത്തിന്റെ വില 50,000 ആണ്. ഇപ്പോൾ അത് മാർക്കറ്റിൽ 80,000 ഉണ്ട് എന്ന് വെക്കുക. പക്ഷെ നമ്മൾ എത്ര വാല്യൂ ചെയ്യുള്ളൂ, വാല്യൂ കണക്കാക്കുകയുള്ളൂ 50,000 ആണ് ആ സ്റ്റോക്കിന് നമ്മൾ കണക്കാക്കുകയുള്ളൂ. ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്? അത് പ്രുഡൻസ് ഓർ കൺസർവേറ്റീവ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്കിന് വാല്യൂ ചെയ്യുന്നതും പ്രൊവിഷൻ വെക്കുന്നതുമെല്ലാം. സ്ഥാപനങ്ങൾ പ്രൊവിഷൻ വെക്കുന്നതെല്ലാം ഈ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. ലാഭം പരിഗണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നഷ്ടം എല്ലായ്പ്പോഴും എന്ത് ചെയ്തിരിക്കണം, പരിഗണിച്ചിരിക്കണം എന്നുള്ള പ്രിൻസിപ്പിളാണത് പ്രിൻസിപ്പിൾ ഓർ കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ എന്ത് പേര് വന്ന്, പ്രിൻസിപ്പിൾ പ്ലെയിൻ സേഫ്. നമ്മൾ സേഫായി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സേഫായി ഇരിക്കണമെങ്കിൽ നമ്മൾ ഭാവിയിലെ പ്രതീക്ഷിക്കാവുന്ന നഷ്ടങ്ങൾ നമ്മൾ എപ്പോഴും കണക്കാക്കിയിരിക്കണം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ കോൾഡ് പ്ലെയിൻ സേഫ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ടൈംലിനെസ് പ്രിൻസിപ്പിൾ. ആ വാക്കിൽ തന്നെയുണ്ട് ടൈംലിനെസ് പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രസന്റഡ് ഇൻ ടൈം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് can be useful to the users only when it is made available to them in time. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടൈമിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് ടൈംലിനെസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസേഴ്സിന് ആവശ്യമായ സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് അതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ, ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം കറക്റ്റ് സമയത്ത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് ടൈംലിനെസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടൈമിന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ഈ പ്രിൻസിപ്പിളിനെതിരാണ്. അപ്പൊ എല്ലാ യൂസേഴ്സിന് ആവശ്യമായ സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ടൈംലിനെസ് പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പോഴും പ്രിൻസിപ്പിൾ എന്തിരിക്കണം, ടൈം കറക്റ്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രസന്റഡ് ഇൻ ടൈം. കറക്റ്റ് സമയത്ത് പ്രസന്റ് ചെയ്യേണ്ട സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്തിരിക്കണം, പ്രസന്റ് ചെയ്തിരിക്കണം. അതിന്റെ പേരിൽ ഓണേഴ്സിന് ഒരു നഷ്ടവും ഉണ്ടാവാൻ പാടില്ല. അത് കറക്റ്റ് സമയത്ത് കിട്ടാത്തതിന്റെ പേരിൽ ഓണേഴ്സിന് ഒരു നഷ്ടവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടൈംലിനെസ് പ്രിൻസിപ്പിളിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ മോഡിഫൈങ് പ്രിൻസിപ്പിൾ പ്രധാനമായും 4 എണ്ണമാണ്. ഏതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, തേർഡ് വൺ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ, ദെൻ ലാസ്റ്റ് വൺ ടൈംലിനെസ് പ്രിൻസിപ്പിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഏകദേശം 14 പ്രിൻസിപ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചത്. ഗ്യാപ്പിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പേരിൽ തന്നെ അതിന്റെ മീനിങ്ങും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ബിസിനസ്സും ഓണറും രണ്ടാണ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഓണർ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എടുത്താൽ നമ്മൾ ഡ്രോയിങ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നതും എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, ഡ്രോയിങ് ആയിട്ട് അതിനെ പരിഗണിക്കപ്പെടുന്നതും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആയിരുന്നു. ബിസിനസ്സിന് ദീർഘകാലമായ ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്
ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അനുസരിച്ച്. മനുഷ്യനും അതുപോലെ തന്നെയാണ് പോകുന്നത്. ബിസിനസ് ഹാസ് എ ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസിന് അനന്തമായ ലൈഫാണ് ഉള്ളത് എന്നാണ് ബിസിനസിന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് പറഞ്ഞ പേരാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഓർ ഗോയിങ് ഓൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യനും അവന് വളരെയധികം ലൈഫ് ഉണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് മനുഷ്യനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ മനസ്സിലും എന്ത് കൺസെപ്റ്റ് ഉണ്ട്, ഗോയിങ് ഓൺ കൺസെപ്റ്റ് എന്നുള്ളൊരു ആശയം അവനും പിന്തുടരുന്നുള്ളത് വാസ്തവമാണ്. തേർഡ് നമ്മൾ പഠിച്ചത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആയിരുന്നു. അക്കൗണ്ടിങ്ങിലും ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമാണ് എടുത്തുകയുള്ളൂ എന്നുള്ളതാണ് എന്ത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് ആയിരുന്നു. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് അനുസരിച്ച് അക്കൗണ്ടിങ്ങിന് ഒരു പീരിയഡ് ഉണ്ട്. ആ പീരിയഡ് എത്തിക്കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് എന്ത് ചെയ്തിരിക്കണം, അതുവരെയുള്ള ലാഭനഷ്ടങ്ങളും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കി ഓണേഴ്സിന് അത് പ്രസന്റ് ചെയ്തിരിക്കണം. ദാറ്റ് പീരിയഡ് ആണ് അക്കൗണ്ടിങ് പീരിയഡ്. സാധാരണ അക്കൗണ്ടിങ് പീരിയഡ് ഏതാണ്, ഫിനാൻഷ്യൽ ഇയർ ആണ്. 1 ഏപ്രിൽ തുടങ്ങി 31 മാർച്ചിൽ അവസാനിക്കുന്ന പീരിയഡ് ആണ് എല്ലാ സ്ഥാപനങ്ങളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ ആയിരുന്നു. റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് റവന്യൂ ഈസ് റെക്കോർഡഡ് വെൻ ഗുഡ്സ് ആർ സോൾഡ്. ഗുഡ്സ് സോൾഡ് ചെയ്ത് എന്ത് ചെയ്യാം, റവന്യൂ രേഖപ്പെടുത്താം. ക്യാഷ് കിട്ടിയോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഗുഡ്സിന്റെ ഓണർഷിപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ രേഖപ്പെടുത്തണം. അഥവാ റവന്യൂ ഏൺ ഓർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം എന്നുള്ള പ്രിൻസിപ്പിളാണ് എന്ത് റവന്യൂ റിയലൈസേഷൻ ഓർ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്ന് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വർഷത്തെ ചെലവ് ആ വർഷത്തെ വരവുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം റിസൾട്ട് അറിയാൻ വേണ്ടി. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് മാച്ചിങ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആയിരുന്നു. അക്കൗണ്ടിങ്ങിലെ എല്ലാ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തി ഇരിക്കണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പഠിച്ചു വെച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആയിരുന്നു. ഇതിലെല്ലാം തന്നെ ആ പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട് എന്നുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്യുവൽ ആസ്പെക്ട്സ് ആണെങ്കിലും ഏത് പ്രിൻസിപ്പിൾ ആണെങ്കിലും അതിന്റെ പേരിൽ അതിന്റെ മീനിങ് എടുക്കുന്നുണ്ട്. ഡ്യുവൽ എക്സ്പെൻസ് പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷൻ 2 എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അതാണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിച്ച വിലയിലാണ് രേഖപ്പെടുത്തേണ്ടത്, അതല്ലാണ്ട് മാർക്കറ്റ് വിലയിലനുസരിച്ച് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഫിക്സഡ് അസറ്റുകളെല്ലാം വാങ്ങിച്ച വിലയിലാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പഠിച്ചത് ഓർ ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് അക്കൗണ്ടിങ് എന്തെങ്കിലും രേഖപ്പെടുത്തിയാൽ അതിനെന്തുണ്ടായിരിക്കണം, തെളിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏത് പ്രിൻസിപ്പിൾ, വെരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ. പിന്നെ നമ്മൾ പഠിച്ചത് ഇപ്പോൾ മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പഠിച്ചത്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, ഓൺലി മെറ്റീരിയൽ ഇൻഫോർമേഷൻ ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. വി ക്യാൻ അവോയ്ഡ് irrelevant or unimportant information can be avoided. Unimportant information may be avoided and others may be merged with important information. Next principle, consistency principle. That means accounting practice should remain the same from one year to another year. Then next one, the account should follow the same method. That principle is called accounting consistency principle. Then next one is conservative prudence principle. This is another important principle. This principle, anticipated profits are not to be considered, but only possible losses must be considered. That principle is called conservative prudence principle. The next, timeliness principle. This principle, the financial statement should be presented in time, then only it will be useful to the users. That principle is called timeliness principle. These are the important 14 principles we discussed the last 3 classes here. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട 14 പ്രിൻസിപ്പിളുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഈ 14 പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ്ങിന്റെ ബേസ് തിയറിയാണ്. ഈ തിയറി അനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ 14 പ്രിൻസിപ്പിൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. I hope that everyone understood this 14 principle. We will meet again in the next class. Okay, bye. Thank you.